നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കോഫി പുഡിംഗ് ആണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇതിൽ നമുക്ക് ജെലാറ്റിനോ ചൈന ഗ്രാസോ ക്രീമോ ഇങ്ങനെയുള്ള യാതൊരു സംഭവം തന്നെ ആവശ്യമില്ല. എല്ലാ വീടുകളിലുമുള്ള വെറും 4 ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. ഇപ്പം തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കോഫി ലവേഴ്സിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അല്ലാത്തവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് എന്താ പറയുക, വായിലിട്ട് കഴിഞ്ഞാൽ കണ്ണടച്ചെങ്ങനെ ഇരുന്നാൽ മതി, അതങ്ങ് അലിഞ്ഞിറങ്ങി പോകും. അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി കോഫി പുഡിങ്ങിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ കോഫി പുഡിങ്ങിന് വേണ്ടി ഒരു പാനിലേക്ക് 1.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 കപ്പ് എന്ന് പറയുമ്പോൾ 300 ml ആണ്. അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതൊന്ന് തിളക്കട്ടെ. ആ സമയത്ത് നമുക്കൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ചൂടുള്ള പാലല്ല വേണ്ടത്, തണുത്ത പാലാണ്. തണുത്ത പാൽ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാല് മതി. അതൊന്ന് ഇളക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ കട്ടയൊക്കെ ഒന്ന് ഇളകി ഒന്ന് മിക്സ് ആയി കിട്ടും. ഇനി നമ്മൾ ഒരു ബൗളിൽ 1/4 കപ്പ് നല്ല തിളച്ച പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫിയാണ്. ഇതിപ്പോൾ ഇതുപോലത്തെ പാക്കറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല, 5 രൂപയുടെ പാക്കറ്റൊക്കെ. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചാൽ മതി. നമുക്ക് നല്ല അസൽ കോഫി പുഡിംഗ് ഉണ്ടാക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി അതിലെ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി പാല് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് മോൾഡും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പം ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ, സ്ക്വയർ ബൗൾ. ഏത് പാത്രമായാലും കുഴപ്പമൊന്നുമില്ല. അതിൽ കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ നമുക്ക് ഇതുപോലത്തെ ചായക്കപ്പ് ഉണ്ടെങ്കിൽ അതിലെടുത്താലും മതി. കോഫിയല്ലേ, കോഫിയുടെ കപ്പിൽ തന്നെ നമുക്ക് എടുക്കാം. അതും കൂടെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു കപ്പും കൂടെ ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ കോഫി മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇതുപോലെ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് കൊണ്ട് ഇളക്കാം, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇളക്കിയാലും മതി. കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിക്കുന്നതിന് മുമ്പേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം ഇളക്കി വെക്കുമ്പോഴത്തേക്കും ആ പൊടിയൊക്കെ കൂടെ അടിയിൽ പോയിട്ട് സെറ്റിലാവും. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്, കട്ട കെട്ടാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നല്ല പോറിങ് കൺസിസ്റ്റൻസിയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുക്കരുത്. നമുക്കൊന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇപ്പം നമ്മൾ ജെലാറ്റിനൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന പുഡിംഗ് ആണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം. പക്ഷേ കോൺഫ്ലോർ വെച്ചുണ്ടാക്കുന്ന പുഡിംഗ് ആണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് തിക്കാക്കി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കി നോക്കണം. ഇളക്കി നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കുറച്ചുകൂടെ തിക്കായിട്ട് വരുന്ന കാണാം. അതും കൂടെ പോരാ, നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇളക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു പരുവുണ്ട്. അതായത് ബബിൾസൊക്കെ ഇങ്ങനെ വന്ന് പൊട്ടി ഇങ്ങനെ തെറിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മളിത് എടുത്ത് ഒഴിച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനെ വലിഞ്ഞ് വേണം വീഴാനായിട്ട്. അതങ്ങനെ ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ഓഫാക്കി കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോഴാണെങ്കിലും അത്ര പെട്ടെന്ന് അങ്ങോട്ട് വീഴില്ല. ഇങ്ങനെ കുറേശ്ശെ വലിഞ്ഞാണ് വീഴുന്നത്. അങ്ങനെ മതി. അത്രയും ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചായക്കപ്പിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിൽ ഒഴിച്ചിട്ടുണ്ട് ഏകദേശം 1/4 ഭാഗത്തോളം. ഞാൻ ബാക്കിയുള്ളത് അടുത്ത കപ്പിലും കൂടെ ഒഴിച്ചു വെക്കാനേ. ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അതവിടെ ഇരുന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ പുഡിങ് മുങ്ങിക്കിടക്കാനുള്ള സിറപ്പ് റെഡിയാക്കണം. കോഫി സിറപ്പാണ്. അപ്പോൾ അതിനുവേണ്ടി 1/2 കപ്പ് പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. തിളച്ച പാലാണ്. അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഏത് കോഫിയാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ചേർക്കാം കേട്ടോ. ഇൻസ്റ്റൻറ്റ് തന്നെ ചേർക്കണം എന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയുടെ തരിയും ബ്രൂവിൻ്റെ തരികളും ഒക്കെ നന്നായിട്ട് മിക്സായി നല്ലൊരു കോഫിയാക്കി എടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒരു ബ്രൂവിൻ്റെ തരികളൊന്നുമില്ല. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് തണുപ്പിച്ചെടുക്കണേ. ഇപ്പം നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് ഫ്രിഡ്ജിൻ്റെ തണുപ്പിനനുസരിച്ച് ടൈമൊക്കെ കറക്റ്റ് പറയാൻ പറ്റില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ വെച്ചപ്പോഴത്തേക്കും നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ പുഡിങ് നല്ല എന്താ പറയുക, ഇളക്കി നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ബബിളിയായിട്ട് കളിക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഡിമോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ സൈഡ് ഒന്ന് കത്തി കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്നൊന്ന് കിട്ടാനായിട്ട്
നമുക്കൊരു പ്ലേറ്റ് വെച്ച് ഒന്ന് അടച്ച് കമത്തി വെച്ച് കൊടുക്കാം. കമത്തിയിട്ട് നമുക്കിങ്ങനെ ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കാം. അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വരുമെന്ന് തോന്നില്ല. ഒന്ന് കുലുക്കി കൊടുക്കാം. 2-3 പ്രാവശ്യം ഒന്ന് കുലുക്കുമ്പോഴത്തേക്കും വരും. ഇല്ലാന്നുണ്ടെങ്കിൽ 2 തട്ടും കൂടെ തട്ടി കൊടുത്താൽ മതി, അപ്പോഴത്തേക്കും വന്നോളും. അപ്പം അതൊക്കെ പൊക്കാം. അതാ വന്നിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല ഇളകി കളിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും തന്നെ കാണുമ്പോൾ വിചാരിക്കും അതങ്ങ് പൊട്ടിപ്പോകുമോ എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ആണ് നമ്മൾ ഒഴിക്കുന്നതെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പുഡിങ് കിട്ടും. ഇത് നമ്മൾ ഇതുപോലെ വെക്കണമെന്നില്ല കേട്ടോ. വലിയ ഫുള്ളായിട്ട് ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചാലും മതി. എന്നിട്ട് കട്ട് ചെയ്ത് കഴിക്കുകയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് പാത്രത്തിൽ എടുത്ത് വെച്ചാലും മതി. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കോഫി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പതുക്കെ അതിൻ്റെ മുകളിലേക്ക് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കോഫി പുഡിങ്. എത്ര പെട്ടെന്ന് കഴിഞ്ഞു, ഇതാന്ന് പറഞ്ഞിടത്തോളം കഴിഞ്ഞു. അത്ര ഈസിയാണ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഹെർഷീസിൻ്റെ സിറപ്പ് ഇവിടെ ഇരിപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒഴിക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രം ഡയറി മിൽക്ക് അതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് തന്നെ ആസ് സച്ച് നല്ല ടേസ്റ്റിയാണ്. അത് ഒഴിച്ചിട്ടുണ്ട്. അടിപൊളി, നല്ല ഭംഗിയുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. നല്ല എന്താ പറയുക, അങ്ങനെ ബബ്ലി ആയിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. നല്ല ജിൽ ആയിട്ടിരിപ്പുണ്ട് നമ്മുടെ പുഡിങ്. കണ്ടോ, ഇളക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇളകി കിടക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് സമയമായിട്ടോ ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സിറപ്പൊക്കെ ഒന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ പറയുക, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. എത്ര എളുപ്പത്തിൽ കഴിഞ്ഞു. നല്ല ഒരു കോഫീൻ്റെ നല്ലൊരു ഫ്ലേവറാണ്. മധുരമൊക്കെ കറക്റ്റാണ് കേട്ടോ. ഈ ഒരു മധുരം വേണം. പുഡിങ് തണുത്തിട്ടല്ലേ ഉള്ളത്, അപ്പം മധുരം കുറവായിരിക്കും. പക്ഷെ ഇത് കറക്റ്റ് മധുരമാണുള്ളത്. അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു പുഡിങ്ങാണ്. ഇപ്പോൾ നമ്മൾ കോൺഫ്ലോർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയതൊന്നും പറയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പം വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് ഒരു പുഡിങ് ഉണ്ടാക്കാൻ തോന്നിയാൽ അപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ശരിക്കും ആ ഒരു കോഫി സിറപ്പ് എന്നല്ല, കോഫി തന്നെയാണ്, കോൾഡ് കോഫി പോലെ ഉണ്ട് ആ ഒരു ഫ്ലേവറിൽ. അതും കൂടെ കൂട്ടി വേണം കഴിക്കാനായിട്ട്. അതിൻ്റെ കൂടെ ഈ ചോക്ലേറ്റ് സിറപ്പ് ഒരു നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഓപ്ഷണൽ മാത്രമാണ്. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി. പിന്നെ ടേസ്റ്റിയാണ്. ഇല്ലേലും ഒരു പ്രശ്നവുമില്ല. ഇല്ലേലും ഒഴിക്കുകയേ വേണ്ട, ഇത് മാത്രമായാലും മതി. ഇനി നമുക്ക് ചായക്കപ്പിൽ ഒഴിച്ച് വെച്ചതും കൂടെ ഒന്ന് ഡിമോൾഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ അത് ഡിമോൾഡ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ കഴിഞ്ഞു നമ്മുടെ ഈ കോഫി പുഡിങ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോഫി പുഡിംഗ് ആണ്. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് വെയിറ്റ് ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഫ്രീസറിലേക്ക് വെക്കാം കേട്ടോ. ഫ്രീസറിൽ വെച്ച് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് എടുത്തിരുന്നാലും മതി. പക്ഷേ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഒരുപാട് സമയം വെച്ച് കട്ടിയായി പോവരുത്. ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ശ്രദ്ധിച്ച് എടുക്കണം. അത്രയേ ഉള്ളൂ. കോഫി ലവേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിക്കൊള്ളൂ. ഇന്ന് തന്നെ ഉണ്ടാക്കണം കേട്ടോ. എനിക്കറിയാം ഇന്ന് നിങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മുടെ ചിക്കൂസ് ഫാമിലി എന്നുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും എന്നൊക്കെ അറിയാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കാത്തിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. കാരണം അത്ര ഈസി ആയിട്ടുള്ള ഒരു കോഫി പുഡിംഗ് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.